രാമ 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 കാരുണ്യാമൃതവാരിധിം കരലസൽ കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീരാമപുരനാഥം ഭജേ. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. രാമ 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 രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് 22ാം സുദിനത്തിലെ വിശേഷപ്പെട്ട കഥാഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിലെ ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശിക്കുന്ന പൂജാവിധികളെ കുറിച്ചുള്ള ഭാഗമാണ് വർണ്ണിച്ചത്. പൂജാവിധികൾ കലിയുഗത്തിൽ ഈശ്വരനെ ആശ്രയിക്കാനുള്ള മാർഗമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളും അത് അനുസ്മരിച്ചത്. ഈ പൂജയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടാണ്. ശ്രീരാമനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ ശ്രീരാമനെ പൂജിച്ചു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ എങ്ങനെയാണ് പൂജാ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഈ ഉപദേശത്തിലൂടെ. ലക്ഷ്മണന് പൂജിക്കാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിലുള്ളവർക്ക് എങ്ങനെയാണ് ക്രിയാമാർഗം, എങ്ങനെയാണ് വിഗ്രഹം, പൂജകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ ഹോമമഗസ്ത്യോക്ത മാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ ഭക്തിയാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാര നീ. നമ്മൾ ഹോമം ചെയ്യുന്ന സമയത്തും പൂജ ചെയ്യുന്ന സമയത്തും ഭക്തിയോടുകൂടി ചെയ്യണം. സതയാ ശ്രദ്ധയാ ഭക്തിയാ തസ്യ ആരാധന. അങ്ങനെ ഭക്തിയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് സ്വീകരിക്കുകയുള്ളൂ. അണ്വപ്യുപാഹൃതം ഭക്തൈ പ്രേമ്ണാ ഭൂര്യേവമേ ഭവേൽ. ഭക്തിയോടുകൂടിയിട്ട് എൻ്റെ ഭക്തന്മാരെനിക്ക് സമർപ്പിക്കുന്നത് കുറച്ചായാലും ഞാൻ ധാരാളമായിട്ട് അനുഭവിക്കും. ഭക്തിയില്ലെങ്കിൽ എത്ര കേമത്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എത്ര തന്നു കഴിഞ്ഞാലും ഞാനത് നോക്കുക പോലുമില്ല. നമ്മെ തോഷായ കൽപ്പതേ എന്ന് പറഞ്ഞു. പിന്നെ ശ്രദ്ധ എന്നുള്ളത് വളരെയധികം ഉണ്ടാവേണ്ടതാണ് പൂജ. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാക്കുന്നതാണ് പൂജ. അപ്പൊ ആ പൂജയിൽ ശ്രദ്ധയില്ലെങ്കിൽ എന്താവും? അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയിട്ട് നമ്മൾ ഭഗവാനെ പൂജിക്കണം. പൂജയുടെ ഒടുവിൽ സ്തുതി ആചരിക്കണം, പ്രദക്ഷിണം ചെയ്യണം, നമസ്കരിക്കണം. നമസ്കരിക്കുന്ന സമയത്ത് ശിരോമൽ പാദയോ കൃത്വാ ബാഹുഭ്യാം ജ പരസ്പരം. അധ്യാത്മരാമായണത്തിലും രാമായണത്തിലും നമുക്ക് പറഞ്ഞു തരുന്നത് ആ കൈ രണ്ടും ചേർത്ത് ശിരസിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഭഗവാന്റെ പാദവുമായിട്ട് ഇതാ എൻ്റെ ശിരസിനെ ചേർക്കുന്നു എന്ന ഭാവനയോട് കൂടിയിട്ടായാൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ്. എന്നിട്ടെന്ത് ചെയ്യണം? നമ്മൾ തീർത്ഥവും പ്രസാദവും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പൂജാവിധാനങ്ങൾ ബ്രഹ്മാർപ്പണം ചെയ്യേണ്ടത്, സമർപ്പിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഒടുവിലുള്ള ഭാഗത്തിലാണ് സുഗ്രീവന്റെ സമീപത്തേക്ക് ഹനുമാൻ സ്വാമി പോയിട്ട് സംഭാഷണം നടത്തിയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ലക്ഷ്മണൻ തന്നെ പുറപ്പെടുന്നത്, ഏട്ടന്റെ മാർഗം തന്നെ നിനക്കും കിട്ടാതിരിക്കണമെങ്കിൽ അഗ്രജമാർഗം ഗമിക്കണം ഇന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്ത രാഘവനോട്
അതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിടിനാൻ, വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യതവാന്തികം ആജ്ഞാപയാശുമാം എന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും. ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഹന്തുമഭ്യുദ്യതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ, പിന്നെയുമുണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയെ പോലെ നിനക്കും വിരവോടുകാലപുരത്തിനു പോകാമറിക നീ. യുദ്ധമവനോടു ചെന്നു ചൊന്നാലതിവേഗേന വന്നാൽ. എന്താ വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. സുഗ്രീവൻ വധിക്കാൻ യോഗ്യനല്ല, എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് വധിക്കരുത്. ഏട്ടന്റെ ഗതി നിനക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ പുറപ്പെടുന്നതും ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അഹംഭാവം അങ്ങനെ ശമിപ്പിച്ച്, മാത്രവുമല്ല വാക്ക് പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് ലക്ഷ്മണന്റെ കൂടെ ഒപ്പം തന്നെ തിരിച്ചു വരുന്ന രംഗം. അങ്ങനെ ശ്രീരാമ സന്നിധിയിൽ സുഗ്രീവനെത്തുന്നു. കപികുലം ധാരാളമായി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കപികുലത്തെ ഒന്ന് കൺപാർത്ത് അനുഗ്രഹിക്കണമേ ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പറയുന്നു. അങ്ങനെ കപികുലത്തെ മുഴുവൻ അനുഗ്രഹിച്ചു. അങ്ങനെ ഓരോ ദിക്കിലേക്കും ഓരോരുത്തരുടെ നേതൃത്വത്തിൽ പുറപ്പെടുകയാണ്. 100,000 കവിവീരന്മാര്, അവരുടെ പേരുകളൊക്കെയാണ് നമ്മൾ വർണ്ണിച്ചത്. പിന്നീടാണ് ഹനുമാൻ സ്വാമിയെ അടുത്ത് വിളിച്ച് ആ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരിൽ ഇല്ലാത്ത ഒരു വിശ്വാസം ഹനുമാൻ സ്വാമിയിൽ ഉള്ളത് കൊണ്ട്, മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ. ഇനി ഈ ഹനുമാൻ സ്വാമിക്ക് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടെത്തി തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ശ്രീരാമേന്ദ്രസ്വാമിക്കുണ്ടായിരുന്നു. കാരണം ആ ഹനുമൽ പ്രഭാവം, ഹനുമാന്റെ ഭക്തി വിശ്വാസം ഒക്കെ അത്രയ്ക്ക് ദൃഢമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയോട് പ്രത്യേകിച്ച് വിളിച്ച് പറയുകയാണ്, സീതാദേവിയെ കാണുന്ന സമയത്ത് അന്വേഷണത്തിനാണ് പോകുന്നത്. ശ്രീരാമൻ അറിയാം ആരൊക്കെയാണ് കണ്ടെത്താൻ പറ്റുക. അതുകൊണ്ട് ആ ദേവിക്ക് വിശ്വാസം വേണം. രാക്ഷസന്മാരുടെ മായകൾ പലതും നടക്കുന്നത് കൊണ്ട് ആരും വിശ്വസിക്കില്ല. ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ രാമനാമാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പങ്ങളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയ മറ്റാരുമില്ലെന്നു നിർണയം. ഈ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. ലക്ഷ്മി ഭഗവതിയായ സീതയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തെക്കേ ദിക്കിലേക്ക് നോക്കിയിട്ടാണ് പോകേണ്ടത് എല്ലാവരും. കാരണം അവിടെയാണ് ഉള്ളതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. കണ്ടെത്തിയാൽ കൊടുക്കാനുള്ള അടയാള വാക്യങ്ങളും അതുപോലെ അടയാള മോതിരവും ഹനുമാൻ സ്വാമിയെ ഏൽപ്പിച്ചു. ഭദ്രമായിട്ട് ഹനുമാൻ സ്വാമിയുടെ കയ്യിലത് ധൈര്യത്തിനുണ്ട്. രാമന്റെ കയ്യിലുണ്ടായ അങ്കുലീയം കയ്യിലുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. പെട്ടെന്ന് നാനാ നഗര ഗ്രാമദേശങ്ങൾ, കാനന രാജ്യപുര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങനെ യാത്ര ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിന്ധ്യാചലം ആ അടവിയിൽ, ആ കാനനത്തില് തെരയുന്ന സമയത്ത് ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നിട്ട് അതിക്രൂരനായിട്ടുള്ള ഒരു നിശാചര വീരനെ കണ്ടു. വേഗത്തില് അങ്ങനെ അടുത്ത് നമ്മുടെ രാവണനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട്
ആ രാക്ഷസന്റെ കഥ കഴിച്ചു. പക്ഷെ ആ രാക്ഷസൻ രാവണനല്ല. പിന്നെ വീണ്ടും അവരങ്ങനെ യാത്ര ചെയ്യുന്നു. അന്ധകാരാരണ്യം, വെളിച്ചമില്ലാത്ത ആ കാട്ടിലൂടെ അങ്ങനെ ദാഹവും വിശപ്പും വർദ്ധിച്ചു. ഇത്തിരി വെള്ളം പോലും കുടിക്കാനില്ലാതെ വരണ്ട നാക്കുമായിട്ട് അങ്ങനെ അവര് സഞ്ചരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ഗുഹ കാണുന്നു. വള്ളികളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ആയിട്ടുള്ള ഗുഹയാണ്. പൂക്കളും ഫലങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന കൊച്ചു കൊച്ചു വൃക്ഷങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ദാഹത്തിനും വിശപ്പിനൊന്നും വിഷമുണ്ടാവില്ല. അവിടെയൊക്കെ വെള്ളം അങ്ങനെ ഉറ്റിറ്റു വീഴുന്ന രംഗം. ചെറിയ ചെറിയ ഇലക്കുമ്പിളുകളില് തേനുകൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ, ആ ഗുഹ കണ്ടപ്പോഴത്തന്നെ മനസ്സിലായി നല്ല ജലമതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ, മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ. ഇവിടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മനോഹരമായ സ്വർണ്ണ സിംഹാസനമൊക്കെ കാണുന്നു. ആ കണ്ട് നോക്കി കൽപ്പദ്രുമ തുല്യമായിട്ട് അമൃതോടു കൂടിയിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങളൊക്കെ നിറച്ചു വെച്ചിരിക്കുന്ന വിശേഷപ്പെട്ട അവിടെ ഒരു യോഗിനി, ഒരു സന്യാസിനി അങ്ങനെ ധ്യാനനിരതയായിട്ടിരിക്കുന്ന രംഗം കണ്ടു. പിന്നെ ഇവരെടുത്ത് ചെല്ലുമ്പോഴേക്കും ഉണർന്നിരിക്കുന്നു. അത് സൃഷ്ടി ചെയ്യുന്ന നമ്മുടെ വിശ്വകർമാവിന്റെ മകൾ ഹേമയുടെ തോഴിയാണ്. പേര് സ്വയംപ്രഭ. ശ്രീരാമനെ വന്ദിച്ച് കഴിഞ്ഞുകൂടാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ട് ആ സ്വയംപ്രഭാ യോഗിനി അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടെ ആരാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ശ്രീരാമന്റെ ദാസന്മാരായിട്ട് രാമകാര്യാർത്ഥം പോകുന്നവരാണ് ഞങ്ങള്. രാമനെ കുറിച്ച്, സീതയെക്കുറിച്ച് ദുഃഖിക്കുന്ന രാമൻ ഇവിടെ അടുത്തു തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതോടു കൂടിയിട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി തെളിഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ആ സ്വയംപ്രഭ താപസി സന്തോഷിക്കുന്നു. ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ ഋഷിബിലം എന്ന ഗുഹയാണ് കണ്ടെത്തിയത്. വിന്ധ്യാപർവ്വതത്തിന്റെ ചേർന്നാണ്, പർവ്വതത്തോട് ചേർന്നാണ് അസുരശില്പിയായ മയൻ താമസിച്ചിരുന്നു ഇവിടെ എന്നും പറയുന്നു. അവിടെയാണ് സ്വയംപ്രഭയുള്ളത്. തൻ്റെ പൂർവ്വചരിത്രം മുഴുവൻ സ്വയംപ്രഭ പറഞ്ഞു. പ്രകാശമാനമായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ടുള്ള സ്വയംപ്രഭ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുചരന്മാരെ അനുഗ്രഹിച്ചിട്ട് യാത്രയാക്കുന്നു. അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടതുപോലെ കൊടുത്തു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ സമീപത്തെത്തി ഭഗവത്പാദത്തിൽ ആ വീണ് സ്വയംപ്രഭ നമസ്കരിക്കുന്നു. കാരണം രാമനെ കാണാനുള്ള അവസരം കിട്ടി. അങ്ങനെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന വിശേഷപ്പെട്ട രംഗം. ഒടുവിൽ ബദരി ആശ്രമത്തിലേക്ക് യാത്രയാക്കുന്ന രംഗം. ഇതൊക്കെയാണ് വിവരിക്കുന്നത്. പിന്നെ അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്നവനാണ് ഭഗവാൻ. ആരും കാണാത്തവനാണ് ഈശ്വരൻ. മായയാകുന്ന തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ലീലയാടുന്നത് കൊണ്ട് കർട്ടന്റെ പിറകിൽ നിന്നിട്ട് ലീലയാടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ഭക്തന്മാർക്ക് ഭക്തിയോഗം കൊണ്ട് കാണാനേ സാധിക്കുള്ളൂ ഭഗവാനെ. സന്മാർഗ ദർശനം, വേദാന്ത ദർശനം, അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമമേ ജപിക്കായി വരേണമേ, നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമാ. ഭഗവത് കഥകളും കീർത്തനങ്ങളും നാമങ്ങളും മധുരമാണ്. ഭഗവത് കഥകൾ കേൾക്കുന്നതിലൂടെ എളുപ്പത്തിൽ മനസ്സ് നന്മയിലേക്ക് എത്തുന്നു, തിന്മയെ വെടിയുന്നു. ഭവന്തികൾ കർണരസായനാകഥ എന്നൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ പറയും. കർണത്തിന്, ചെവിക്ക്, ഹൃദയത്തിനൊക്കെ രസായനമാണ് ഈശ്വര കഥകള്.
യാതൊരുത്തൻ ത്വൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻ പാദപങ്കേരുഹം രാമ. അനേകം സ്തോത്രങ്ങൾ ജപിച്ച് സ്തുതിച്ച് നമസ്കരിച്ചു. ഹനുമാദികള് സീതാന്വേഷണം നടത്തി തെക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യാതൊരു വിവരവുമില്ല. എല്ലാവരും ദുഃഖത്തോടെ മഹേന്ദ്രപർവ്വതത്തിന്റെ താഴ്വാരത്തിൽ എത്തി. തെക്കേ സമുദ്രതീരത്ത് ഹനുമാന്റെ നേതൃത്വത്തിലുള്ളവരാണ് എത്തിയിട്ടുള്ളത്. അവിടെ ഇരിക്കുന്നു. അവർക്ക് തോന്നി കണ്ടുകിട്ടാതെ സമയം നമുക്ക് അനുവദിച്ച സമയം കഴിയാറായി, കണ്ടുകിട്ടാതെ തിരിച്ചു പോകേണ്ട കാര്യമില്ല, ഇവിടെ ഇരുന്ന് വ്രതമനുഷ്ഠിക്കാം. മരണം വരെ ജലപാനം പോലും ചെയ്യാത്തൊരു വ്രതമുണ്ട്, അതാണ് പ്രായോപവേശം. അതിന് തയ്യാറായിട്ട് അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുന്നു. ആ സമയത്താണ് അവിടെ സമ്പാദിയെ കാണാൻ ഇടവരുന്നതും സമ്പാദിയുമായിട്ട് സംഭാഷണം ചെയ്യാൻ ഇടവരുന്നതുമായിട്ടുള്ള രംഗം വർണ്ണിക്കുന്നത്. നമുക്ക് ഈ കഥാഭാഗം ഒന്ന് അനുസ്മരിക്കാം. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാസമാഭ കലർന്നതിപാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങിനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനെ പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയാറുമില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യ ഉത്തമമായുണ്ടൊരു പുരിഭൂതലെ തത്രൈവ ബാണു ദശരഥനാനൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. ശ്രീരാമന്റെ അവതാര ചരിത്രത്തെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നു. പിന്നീട് പറഞ്ഞു, ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം ബുക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. ഇത് കേട്ട സ്വയംപ്രഭ പറയുന്ന വാക്കുകള്, പക്വഫലമൂലജാലങ്ങളൊക്കെ ഭക്ഷിച്ച് അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിൻ. എന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. ആദ്യമായിട്ട് വന്നവർക്ക് ഭക്ഷണവും ദാഹത്തിനുള്ള സൗകര്യങ്ങളും ദാഹം തീർക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചതിന് ശേഷം വർത്തമാനം പറയുകയാണ്. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ. ദിവ്യസംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിക പുരാത്തൽ സഖി ജ്ഞാനിക നാംന സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിപ്പിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര.
ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ, സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിരും ദശരഥ പുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളെ കാണാൻ സാധിച്ചത് വളരെ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. അവരോട് അവിടെ വസിക്കാനും അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് യാത്രയാകാനും പറഞ്ഞു. ലക്ഷ്യം പൂർത്തിയാകുന്നു. ശ്രീരാമനെ കാണുക ത്രേതായുഗത്തിൽ വരുമ്പോഴെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ തപസ്. ശ്രീരാമൻ ഇവിടെ ഋഷിമുഖാചലത്തിലെത്തിയിട്ടുണ്ട്, അവിടെയാണ് താമസിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താണ് ആലോചിക്കാനുള്ളത്? ഗുഹാവാസം വെടിഞ്ഞ് ഇതാ ആ യോഗിനി സ്വയംപ്രഭ യോഗേശ സന്നിധിയിലേക്ക്, ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നു. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ട് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി സദ്ഗദ്ഗദം രോമാഞ്ചസംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം സ്തുതിക്കുന്ന രംഗം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ, കാൺമതിനായിക്കൊണ്ടു വന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി, വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തം അലക്ഷ്യമാദ്യന്തഹീനം പരം, മായായവനികച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗഘം അർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവതത്വം ജഗത്രയേ, കച്ചിൽ പുരുഷനറിയും സുഹൃതിനാം രൂപം തവേദം സദാ ഭാതു മാനസേ. താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തപ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈക ദർശനം കേവലം. ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം. നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണമീശാനം ആദിമധ്യാന്ത വിവർജിതം. സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ
നിനക്കൊഴിഞ്ഞാർക്കും അറിഞ്ഞിടാവൂ മർത്യവിഡംബനം ദേവതേ ജ്യേഷ്ഠിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാപീയൂഷപാന സിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ, മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോരതപോബല സിദ്ധയെ നിർണയം. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നീടുവോൻ കാണാമവനു നിൻ പാദപങ്കേരുഹം. തുന്മാഹാമായ ഗുണബദ്ധനാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം സുരാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കപീകുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ. രാമചന്ദ്രായ നമസ്തേ നമ. രാമായ രാമഭദ്രായ നമോ നമോ. രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൻ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിലും ത്വൽപാദഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്തഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകതാ സംഭവിച്ചിടായിക മാനസേ. രാമ രാമേതി ജപിക്കായി വരേണമേ. രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാ സുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടക കടി സൂത്രഹാര മകരമണിമയ കുണ്ടല നൂപുരഹേമാങ്കദാദി വിഭൂഷണ ശോഭിതം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അത്യധികം വിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിച്ചു നമസ്കരിച്ച ആ സ്വയം പ്രഭയ്ക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ഇതാ അനുഗ്രഹം കൊടുക്കുന്നു. ആ അനുഗ്രഹം ഏറ്റുവാങ്ങി ആ എന്റെ പുണ്യസങ്കേതമായ ബദരി ആശ്രമത്തിലേക്ക് പോയിക്കോളൂ കേട്ടോ. അവിടെ അങ്ങനെ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് എന്റെ പദത്തിൽ എത്തിച്ചേരൂ. എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ അവിടെ ഉപേക്ഷിക്കാൻ സമയത്ത് ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുജ്ഞ കൊടുത്ത് ബദരി ആശ്രമത്തിലേക്ക് യാത്രയാക്കി. ഇതിനിടയിൽ അംഗദാദികളുടെ സംശയമൊക്കെ ഒരു ഭാഗത്ത് ദക്ഷിണ വാരീധി തീരത്തിലുണ്ടായ വിശേഷം ഇവിടെ വെച്ച് സമ്പാദിയെ കാണുന്നതും സമ്പാദി കഥകളൊക്കെ പറയുന്നതും ആ സമ്പാദിയിലൂടെ ലങ്കയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് അടുത്ത സുദിനത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ
ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഭവഹര മംഗള ദശരഥ രാമ, ജയ ജയ മംഗള സീതാരാമ. മംഗളകര ജയ മംഗള രാമ, സംഗത ശുഭ വിഭവോദയ രാമ. ആനന്ദാമൃത വർഷക രാമ, ആശ്രിത വത്സല ജയ ജയ രാമ. രഘുപതി രാഘവ രാജ രാമ, പതിത പാവന സീതാരാമ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.